VM സാദിഖലിയാണ്. ഈ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന വാർത്തകളാണ് മനുഷ്യരും മൃഗങ്ങളുമായിട്ടുള്ള സംഘർഷം ഉണ്ടാവുകയും മനുഷ്യർ മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ. ഭയങ്കര വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. നമ്മളൊക്കെ കാട്ടിൽ പോകുന്ന സമയത്ത് ആന പോലെയുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണമില്ല എന്നുള്ളത് നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഭക്ഷണം ഇല്ലാതാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അധിനിവേശ സസ്യങ്ങളുടെ ഭീകരമായിട്ടുള്ള കടന്നുകയറ്റമാണ്. ഇന്ത്യയിൽ ഏകദേശം 100-ലധികം അധിനിവേശ സസ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 80-ലധികം അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. ഇത്തരം അധിനിവേശ സസ്യങ്ങളെ നശിപ്പിക്കുന്നതിലൂടെയും ആ സ്ഥാനത്തേക്ക് മുളകളും ഈറ്റകളും ഓടകളും പ്ലാവുകളൊക്കെ പോലെയുള്ള വൃക്ഷങ്ങളും മരങ്ങളൊക്കെ വെക്കുന്നതിലൂടെ ഈ അധിനിവേശ സസ്യങ്ങളെ നമുക്ക് നശിപ്പിക്കാനും ആന പോലെയുള്ള ജീവജാലങ്ങൾക്കായിട്ടുള്ള ഭക്ഷണം ഒരുക്കാനും കഴിയും. അത് മുഖാന്തരം നമുക്ക് കാട്ടിൽ തന്നെ ഇവയെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ആന പോലെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. മനുഷ്യർക്ക് തന്നെ എത്ര വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്, അതുപോലെ ഓരോ ജീവജാലങ്ങൾക്കും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. വേനൽക്കാലം വരുന്നതോട് കൂടിയിട്ട് വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാട്ടിലൊക്കെ കാണുന്നത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ബ്രഷ് വുഡ് ചെക്ക് ഡാം ചെയ്യുന്നതിലൂടെ ആനകൾക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ പറ്റും. അങ്ങനെ വെള്ളം ഒരുക്കാൻ പറ്റിയാൽ ഈ ജീവജാലങ്ങൾക്കൊക്കെ കുടിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ പറ്റും. നാട്ടിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ഇത്തരത്തിൽ ഒരുക്കാൻ പറ്റുമെന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നമ്മളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. നിലമ്പൂർ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൽ പോകുന്ന സമയത്ത് നിങ്ങളവിടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പോകുന്ന സ്ഥലത്ത് വലത് ഭാഗത്തായിട്ട് ഒരു വലിയ പാടം പോലെ ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് ധാരാളം അധിനിവേശ സസ്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നതിലൂടെ ഇവിടെയൊക്കെ സൗകര്യമായിട്ട് ആനകൾ അവർക്ക് ഭക്ഷണം കണ്ടെത്തുകയും അവർ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അവിടെ തന്നെ നമ്മൾ ക്യാമറ ട്രാപ്പൊക്കെ വെച്ചിരുന്നു. ആ സമയത്ത് ആനകളൊക്കെ വെള്ളം കുടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് മീഡിയകൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും കാണാതിരിക്കുന്നത്? എനിക്കുള്ളൊരു സജഷൻ എന്ന് പറയുന്നത്, കേരളത്തിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ധാരാളം സ്കൂളുകളും കോളേജുകളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള NSS, NCC, SPC ഒക്കെ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കാട്ടിലുള്ള അധിനിവേശ സസ്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രൊജക്റ്റ് ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ആക്ടിവിറ്റി ആവുകയും ചെയ്യും. ഇത്തരം അധിനിവേശ സസ്യങ്ങളെ നശിപ്പിക്കുന്നതിലൂടെ നമുക്ക് കാട്ടിൽ തന്നെ മൃഗങ്ങളെ സംരക്ഷിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് കൈകോർത്ത് പോകുന്ന ഒരു സംവിധാനമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ജീവജാലങ്ങളുണ്ടായാലും മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ കണ്ണുകൊണ്ട് പോലും കാണാത്ത ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മൾ എത്ര കാലം കഷ്ടപ്പെടുത്തി അല്ലേ? നമ്മൾ കണ്ണുകൊണ്ട് പോലും കണ്ടിട്ടില്ല അവയൊന്നും. ഇത്തരത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് പോലും കാണാത്ത ധാരാളം ജീവജാലങ്ങളൊക്കെ വരാൻ പോവുകയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിങ്ങൾക്കൊക്കെ തരാനുള്ളത്. മനുഷ്യർക്ക് മാത്രമാണ് ഈ ഭൂമി എന്നുള്ള തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയെടുക്കുക. പല ആളുകളും പല രൂപത്തിലും മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്കൊക്കെ തിരിച്ചറിവുണ്ടാവും എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. കാട്ടിൽ തന്നെ മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിനുള്ള സംവിധാനങ്ങൾ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകൾ കെട്ടുക, വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിയിട്ട് ഇതിനുള്ളൊരു സംവിധാനം ക്രിയേറ്റ് ചെയ്യുക. ഗവൺമെൻറ് ഇതിലൊരു ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അധിനിവേശ സസ്യങ്ങളെ മൊത്തമായിട്ട് റിമൂവ് ചെയ്യുക. ഈ അധിനിവേശ സസ്യങ്ങളെ മൊത്തമായിട്ട് റിമൂവ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് മൃഗങ്ങൾക്ക് പുതിയ ആഹാരങ്ങൾ കണ്ടെത്താനും അവർക്കുള്ള ആഹാരങ്ങൾ കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്താനും കഴിയുള്ളൂ. ഈ അധിനിവേശ സസ്യങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഈ അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആനയും കാട്ടിയും പുള്ളിമാനുകളൊന്നും കഴിക്കില്ല. അതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചെടികളാണ്. നമ്മളെ വീട്ടിലുള്ള ചെടികളൊക്കെ പല സമയത്തും കാട്ടിലേക്കൊക്കെ കടന്നു കയറുന്നതിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല രൂപത്തിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.